കെമിസ്ട്രി പാർട്ട് 1 ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ശേഷം ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള ചാപ്റ്ററുകൾ 2 മുതൽ 6 വരെയുള്ള ചാപ്റ്ററുകൾ സെറീന ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം 9 ചാപ്റ്ററാണ് ആദ്യത്തെ പാർട്ടിൽ വരുന്നത്. അതിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ 7 പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അതിനെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 12 മുതൽ ഗ്രൂപ്പ് 18 വരെ ഉള്ള എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ ഈ എലമെന്റ്സിന്റെ വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് പി സബ് ഷെല്ലിലായിരിക്കും. നമുക്കറിയാം 13ാം ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ P1 തുടങ്ങി 18ാം ഗ്രൂപ്പ് ആണെങ്കിൽ P6 അത് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് 13ാം ഗ്രൂപ്പ് മുതൽ 18ാം ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സിനെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മള് +1 ചാപ്റ്റർ 11 ആയിട്ട് പി ബ്ലോക്ക് എലമെന്റ്സിലെ 13ാം ഗ്രൂപ്പായിട്ടുള്ള ബോറോൺ ഫാമിലിയെ കുറിച്ചും 14ാം ഗ്രൂപ്പായിട്ടുള്ള കാർബൺ ഫാമിലിയെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 15ാം ഗ്രൂപ്പായിട്ടുള്ള നൈട്രജൻ ഫാമിലി, 16ാം ഗ്രൂപ്പ് ഓക്സിജൻ ഫാമിലി, 17ാം ഗ്രൂപ്പായിട്ടുള്ള ഹലജൻ ഫാമിലി, 18ാം ഗ്രൂപ്പായിട്ടുള്ള നോബിൾ ഗ്യാസ് ഫാമിലി. ഈ 4 ഗ്രൂപ്പ് പി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഈ 4 ഗ്രൂപ്പ് എലമെന്റ്സിനെ കുറിച്ചാണ്, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ യൂസസ്, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, അതിന്റെ യൂസസ്, അതിന്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഗ്രൂപ്പ് 15 എലമെന്റ്സ്, 15ാം ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ്, ഒന്നാമത്തെ നൈട്രജൻ ആണ്, 2 ഫോസ്ഫറസ്, 3 ആഴ്സനിക്, 4 ആന്റിമണി, 5 ബിസ്മത്ത്. ഈ എലമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ എലമെന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നൈട്രജൻ, ഫോസ്ഫറസ് രണ്ടും നോൺ മെറ്റൽസ് ആണ്. ആഴ്സനിക്, ആന്റിമണി ഇത് രണ്ടും മെറ്റലോയിഡ്സ് ആണ്. എന്നാൽ ബിസ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റലാണ്. അതിന്റെ മെറ്റാലിക് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നൈട്രജൻ ഗ്യാസ് ആണ്. അതിന്റെ സ്റ്റേറ്റുമായിട്ട് ഫിസിക്കൽ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നൈട്രജൻ ഗ്യാസ് ആണ്. നൈട്രജന്റെ പ്രത്യേകത നമുക്കറിയാം. അറ്റ്മോസ്ഫിയറിക് എയറിന്റെ 72% എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് നൈട്രജൻ. ഫോസ്ഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ആണ്. ഫോസ്ഫറസ് മുതൽ താഴോട്ടുള്ളതൊക്കെ സോളിഡ് ആണ്. ഫോസ്ഫറസ് സോളിഡ് ആണ്, ആഴ്സനിക് സോളിഡ് ആണ്, ആന്റിമണി സോളിഡ് ആണ്, ബിസ്മത്ത് സോളിഡ് ആണ്. ഇതിന്റെ അറ്റോമിക് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സിലെ ഏത് മെമ്പേഴ്സ് എടുക്കുകയാണെങ്കിലും അതിലെ ഒന്നാമത്തെ എലമെന്റിന്റെ അറ്റോമിക് നമ്പറിനോട് കൂടി 8 കൂട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത എലമെന്റിന്റെ തൊട്ട് താഴെയുള്ള എലമെന്റിന്റെ അറ്റോമിക് നമ്പർ കിട്ടും. അതുകൊണ്ടാണ് 7 കൂടി 8 കൂട്ടിയാൽ 15. ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ ഓക്സിജന്റെ 8 കൂടി 8 കൂട്ടിയാൽ 16 സൾഫറിന്റെ അറ്റോമിക് നമ്പർ കിട്ടും. അതേപോലെ ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പറിനോട് കൂടി 18 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആഴ്സനിക്കിന്റെ അറ്റോമിക് നമ്പർ കിട്ടും. ആഴ്സനിക്കിന്റെ അറ്റോമിക് നമ്പറിനോട് കൂടി 18 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആന്റിമണിയുടെ അറ്റോമിക് നമ്പർ കിട്ടും. ആന്റിമണിയുടെ അറ്റോമിക് നമ്പറിനോട് കൂടി 32 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബിസ്മത്തിന്റെ അറ്റോമിക് നമ്പർ കിട്ടും. അതൊരു കോമൺ റിലേഷൻ ആണ്. ഒന്നാമത്തെ പി ബ്ലോക്ക് എലമെന്റ്സിൽ ഏതും ഒന്നാമത്തെ എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അറ്റോമിക് നമ്പറിനോട് കൂടി 8 കൂട്ടിയാൽ തൊട്ടടുത്ത മെമ്പറുടെ അറ്റോമിക് നമ്പർ, അതിനോടുകൂടി 18 കൂട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത അറ്റോമിക് നമ്പർ, വീണ്ടും 18 കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത എലമെന്റ് അറ്റോമിക് നമ്പർ,
നാലാമത്തിന്റെ അറ്റോമിക് നമ്പറിനോട് കൂടി 32 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാമത്തെ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ കിട്ടും. ആദ്യം നമ്മൾ പറയുന്നത് അറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഗ്രൂപ്പ് 15 എലമെന്റ്സിന്റെ അറ്റോമിക്കും ഫിസിക്കലും ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള സ്ക്രീനിൽ കാണുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു പട്ടികയാണ്, ഒരു ചാർട്ടാണ്. അതിൽ അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട് നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. അപ്പൊ നമ്മളത് പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അറ്റോമിക് മാസ് നമുക്കറിയാം, മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതിനനുസരിച്ച് കൂടി വരികയാണ്. അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന അവിടെ കാണിക്കുന്നു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അയണൈസേഷൻ എൻതാൽപ്പി, ഓരോ വാല്യൂസ്, ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ്, അതിലുണ്ടാവുന്ന ചേഞ്ചസ്, കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്നുള്ള ചാപ്റ്ററിൽ, മൂന്നാമത്തെ ചാപ്റ്ററിൽ +1 പഠിച്ചതാണ്. അപ്പൊ ആ പീരിയോഡിക് പ്രോപ്പർട്ടീസിന്റെ ഗ്രൂപ്പ് 15 എലമെന്റ്സിന്റെ പീരിയോഡിക് പ്രോപ്പർട്ടീസിന്റെ ഒരു ചാർട്ടാണ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ചാർട്ടാണ് നമ്മൾ കാണുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അറ്റോമിക് പ്രോപ്പർട്ടിയിൽ ആദ്യം പറയാനുള്ളത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുന്ന സമയത്ത് വാലൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 15th ഗ്രൂപ്പ് എലമെന്റ് ഈസ് NS2Np3. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ NS2Np3 അതിനൊരു പ്രത്യേകത ഉണ്ട്. S ഓർബിറ്റൽ ഇൻ ദി എലമെന്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ്. S2 കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. P ഓർബിറ്റൽസ് ആർ ഹാഫ് ഫിൽഡ്, Np3, മേക്കിംഗ് ദയർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എക്സ്ട്രാ സ്റ്റേബിൾ. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് 15th എലമെന്റ്സ് എക്സ്ട്രാ സ്റ്റേബിൾ ആയിരിക്കും NS2Np3. അത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. NS2Np3 എന്ന് പറഞ്ഞാൽ ഫുള്ളി ഫിൽഡ്, S ഓർബിറ്റലും ഹാഫ് ഫിൽഡ്, P ഓർബിറ്റലും ഉള്ളതുകൊണ്ട് അത് എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. എക്സ്ട്രാ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റെബിലിറ്റി അതിന്റെ ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അതേപോലെ അതിന്റെ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അതേപോലെ അയണൈസേഷനുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ സ്റ്റെബിലിറ്റി. ഇപ്പൊ പ്രത്യേകം ഓർത്തു വെക്കേണ്ടത് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 15th ഗ്രൂപ്പ് എലമെന്റിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2Np3 ആണ്. S ഫുള്ളി ഫിൽഡ് ആണ്, P ഹാഫ് ഫിൽഡ് ആണ്. അതുകൊണ്ട് രണ്ടും എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. രണ്ടാമത്തെ അറ്റോമിക് പ്രോപ്പർട്ടിയാണ് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ. അതില് കോവാലന്റ് ആൻഡ് അയോണിക് ഇൻ എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് റേഡിയൈ ഇൻക്രീസ് ഇൻ സൈസ് ഡൗൺ ദി ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ചൊരു കാര്യം ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ താഴോട്ട് പോകുന്നതിനനുസരിച്ച് കോവാലന്റ് അയോണിക് റേഡിയസ് വിൽ ഇൻക്രീസസ് ആൻഡ് മൂവിംഗ് ഡൗൺ ഇൻ ദി ഗ്രൂപ്പ്. പക്ഷെ അവിടെ ഉള്ള ഒരു കാര്യം, there is a considerable increase in covalent radius from nitrogen to phosphorus. However, from arsenic to bismuth, only a small increase in covalent radius is observed. ജനറൽ കേസാണ് ആദ്യം പറഞ്ഞത്. നൈട്രജൻ മുതൽ ബിസ്മത്ത് വരെ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ്. താഴോട്ട് പോകുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് കൂടുന്നത്. പക്ഷെ നൈട്രജനിൽ നിന്ന് ഫോസ്ഫറസിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഇൻക്രീസ്, ഒരു കൺസിഡറബിൾ ഇൻക്രീസ്, ഒരു ലാർജ് ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട് നൈട്രജനിൽ നിന്ന് ഫോസ്ഫറസിലേക്ക് വരുമ്പോൾ. പക്ഷെ അത്തരത്തിലുള്ള ഇൻക്രീസ് ആഴ്സനിക്കിൽ നിന്ന് ആന്റിമണിയിലൂടെ ബിസ്മത്തിലേക്ക് എത്തുമ്പോൾ, ആഴ്സനിക് ടു ബിസ്മത്ത് എത്തുന്ന സമയത്ത് വളരെ ചെറിയ ഒരു ഇൻക്രീസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതിനുള്ള കാരണം that is due to the presence of completely filled D and F orbitals in heavier members. അതായത് ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത് ഇതിലേക്കൊക്കെ വരുമ്പോ അവിടെ അറ്റോമിക് സൈസിൽ വരുന്ന ഡിക്രീസ് കാരണം, അല്ലെങ്കിൽ ഒരു സ്മോൾ ഡിക്രീസ് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു സ്മോൾ ഇൻക്രീസ് മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിനുള്ള കാരണം അവിടെ ഡി ഇലക്ട്രോൺസ് അല്ലെങ്കിൽ F ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഹയർ മെമ്പേഴ്സിലേക്ക് പോകുമ്പോൾ ഉള്ളത് കൊണ്ടാണ്. എന്താണ് ഈ ഡി ഇലക്ട്രോണിന്റെയും F ഇലക്ട്രോണിന്റെയും ഒക്കെ പ്രത്യേകത?
അതിന്റെ ഷീൽഡിങ് എഫക്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ +1 പഠിച്ചതാണ്. ബി ഇലക്ട്രോൺസിന്റെയും എഫ് ഇലക്ട്രോൺസിന്റെയും ഒക്കെ ഷീൽഡിങ് എഫക്ട് വളരെ കുറവാണ്. എന്താ ഷീൽഡിങ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അട്രാക്റ്റീവ് പവർ പുറത്തെ ഷെല്ലിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് പവർ ശരിക്കും ഇടയിൽ ഉള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, അത് കുറഞ്ഞു വരണം, അത് ഷീൽഡ് ചെയ്യണം. പക്ഷേ ഡി ഇലക്ട്രോണും എഫ് ഇലക്ട്രോണും ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ചാർജിനെ ഷീൽഡ് ചെയ്യാനുള്ള, തടുത്തു നിർത്താനുള്ള പവർ കുറവായതുകൊണ്ട് അറ്റോമിക് നമ്പർ കൂടുമ്പോൾ ന്യൂക്ലിയസിലെ പ്രോട്ടോണിന്റെ എണ്ണം കൂടുകയും ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് പവർ കൂടുകയും, എന്നാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, ഷീൽഡ് ചെയ്യാനുള്ള ഇലക്ട്രോണിന്റെ എബിലിറ്റി ഡി ഇലക്ട്രോണിനും എഫ് ഇലക്ട്രോണിനും കുറവായതുകൊണ്ടാണ് ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസിന്റെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് അതിന്റെ ഒരു അറ്റോമിക് സൈസില് അല്ലെങ്കിൽ അയണിക് സൈസിലുള്ള കാര്യമായ ഒരു ഇൻക്രീസ് ഉണ്ടാവാത്തതിന് കാരണം. അടുത്ത അറ്റോമിക് പ്രോപ്പർട്ടിയാണ് അയണൈസേഷൻ എൻതാൽപി. അയണൈസേഷൻ എൻതാൽപി ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ് ഡ്യൂ ടു ദി ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ്. നമുക്കറിയാം അയണൈസേഷൻ എൻതാൽപിയും അറ്റോമിക് സൈസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അറ്റോമിക് സൈസ് കൂടുന്നതിനനുസരിച്ച് അയണൈസേഷൻ എൻതാൽപി കുറഞ്ഞു വരും. അതേപോലെ മറ്റൊരു കാര്യം ഇവിടെ ഉള്ളത്, ബിക്കോസ് ഓഫ് ദി extra stable half-filled p and p orbitals electronic configuration and a smaller size, the ionization enthalpy of the group 15 element is much greater than that of the 14th group elements in the corresponding periods. ഓരോ പീരീഡ്സിലെയും എലമെന്റ്സ് എടുക്കുമ്പോൾ നമുക്കറിയാം 15th ഗ്രൂപ്പ് എലമെന്റ് ആണ്, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ns2 np3 ആണ്, s ഫുള്ളി ഫിൽഡ് ആണ്, p ഹാഫ് ഫിൽഡ് ആണ്, അതുകൊണ്ട് എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടണം. ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതിന് നമ്മൾ കൊടുക്കേണ്ട എനർജിയാണ് അയണൈസേഷൻ എൻതാൽപി എന്ന് പറയുക, അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന എനർജിയാണ് അയണൈസേഷൻ എൻതാൽപി എന്ന് പറയും. അപ്പോൾ ns2 np3 എന്നുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടണമെങ്കിൽ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും, അയണൈസേഷൻ എൻതാൽപി കൂടുതലായിരിക്കും. എന്നാൽ അതിന്റെ തൊട്ട് മുന്നത്തെ ഗ്രൂപ്പ് 14ാം ഗ്രൂപ്പ് 14th എലമെന്റ് ആണെങ്കിൽ നമ്മൾ അവിടെ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ns2 np2 ആണ്. അപ്പോൾ എസ് മാത്രം ഫുള്ളി ഫിൽഡ് ആണ്, പി ഹാഫ് ഫിൽഡ് അല്ല, ഫുൾ ഫിൽഡും അല്ല, ഹാഫ് ഫിൽഡും അല്ല. അതുകൊണ്ട് തന്നെ അതിന് ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യണമെങ്കിൽ വളരെ കുറച്ച് എനർജി കൊടുത്താൽ മതി. അപ്പോൾ ഗ്രൂപ്പ് സെയിം പീരീഡിൽ, ഒരേ പീരീഡിലെ എലമെന്റ് നോക്കുകയാണെങ്കിൽ 15th ഗ്രൂപ്പിനായിരിക്കും ഏറ്റവും കൂടുതൽ ഗ്രേറ്റർ അയണൈസേഷൻ എൻതാൽപി ഉണ്ടാവുക. ദാറ്റ് ഈസ് ഡ്യൂ ടു ദി ns2 np3 കോൺഫിഗറേഷൻ. ഏറ്റവും ചുരുക്കിയ ആൻസർ അതാണ്. The ionization enthalpy of group 15 is greater than that of the group 14. Reason, due to the electronic configuration of group 15th element, that is ns2 np3, that is highly stable. Fully filled and half filled orbitals are highly stable. In the case of group 14th elements, the electronic configuration is ns2 np2. It is not the fully filled or half filled. Therefore, S is fully filled, but P is not half filled. Therefore, it has a less stability. Therefore, easy to lose a electron. Therefore, its ionization enthalpy will be lower than that of the group 15th element. The order of successive ionization enthalpy, as expected, is first ionization enthalpy ഏറ്റവും കുറവായിരിക്കും, സെക്കൻഡ് അതിനേക്കാൾ കൂടുതലായിരിക്കും, തേർഡ് അതിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇവിടെ ഗ്രൂപ്പ് 14th എലമെന്റ്സിലേക്ക് വരുമ്പോഴാണ് ഈ തരത്തിലുള്ള അയണൈസേഷൻ എൻതാൽപിയിലുള്ള ഡിഫറൻസ്. പക്ഷേ 15th എലമെന്റ്സ് ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം ഡെൽറ്റ H1 ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപി വളരെ കൂടുതലായിരിക്കും, കാരണം np3 കോൺഫിഗറേഷനിലാണുള്ളത്. അപ്പോൾ അതിന് ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യണമെങ്കിൽ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. പിന്നെ താഴോട്ട് പോകുന്നതിനനുസരിച്ച് np2 കോൺഫിഗറേഷൻ ആവും, ns2 np2 കോൺഫിഗറേഷൻ ആവും. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപി കുറവായിരിക്കും, തേർഡ് അയണൈസേഷൻ എൻതാൽപി അതിനേക്കാളും കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപിയാണ്, കാരണം ആ P3യിൽ നിന്നാണ് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടേണ്ടത്. സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപി ആകുമ്പോൾ P2യിൽ നിന്നാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്, വളരെ കുറച്ച് എനർജി മതിയാവും.
പിന്നെ P1 നിന്നാണ് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടേണ്ടത്. അപ്പോൾ അതിനേക്കാൾ കുറവ് എനർജി ആയിരിക്കും. അപ്പോൾ ഓർഡർ സ്ലൈഡിൽ കൊടുത്തതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എന്താൽപ്പി ഉണ്ടാവുക ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി. ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് അറ്റോമിക് പ്രോപ്പർട്ടീസിനെ, ഗ്രൂപ്പ് 15th എലമെന്റ്സിന്റെ അറ്റോമിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് നമ്മൾ ഗ്രൂപ്പ് 15th എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, എന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, അതേപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ all the elements of this group are polyatomic. Dinitrogen is a diatomic gas while others are solids. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. ഡയറ്റോമിക് ഗ്യാസ് ആണ്, N2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക, ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ സോളിഡ്സ് ആണ്. മെറ്റാലിക് ക്യാരക്ടർ താഴോട്ട് പോകുന്നതിനനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതിനനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ കൂടും. നൈട്രജനും ഫോസ്ഫറസും നോൺ മെറ്റൽസ് ആണ്. ആയസനിക്കും ആന്റിമണിയും മെറ്റലോയിഡ്സ് ആണ്. ബിസ്മത്തും മെറ്റൽ ആണ്. ബോയിലിംഗ് പോയിന്റ് ഇൻ ജനറൽ ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതിനനുസരിച്ച് നൈട്രജൻ ഗ്യാസ് ആണ്, താഴോട്ട് പോകുന്നതിനനുസരിച്ച് സോളിഡ്സ് ആണ്. അതുകൊണ്ട് താഴോട്ട് പോകുന്നതിനനുസരിച്ച് അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. മെൽറ്റിംഗ് പോയിന്റും ഇതേപോലെ ദാറ്റ് വിൽ ഇൻക്രീസ് അപ് ടു ആസനിക് ദെൻ ഡിക്രീസസ് ടു ബിസ്മത്ത്. മെൽറ്റിംഗ് പോയിന്റ് മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. പക്ഷെ ആസനിക്കിൽ നിന്ന് ബിസ്മത്തിലേക്ക് വരുന്ന സമയത്ത് ഡിക്രീസ് ചെയ്യും. അതിനുള്ള ഒരു റീസൺ നമുക്കവിടെ ഒരു അറ്റോമിക് സൈസുമായിട്ട് അല്ലെങ്കിൽ അയോണിക് മെറ്റാലിക് റേഡിയസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ മെറ്റാലിക് റേഡിയസ് കുറയുന്നു നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ റീസൺ ആയിട്ടുള്ളത്. എക്സെപ്റ്റ് നൈട്രജൻ ഓൾ ദി എലമെന്റ് ഷോ അലോട്രോപിക് ഫോംസ്. ഫോസ്ഫറസും ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ അലോട്രോപിക് ഫോംസ് കാണിക്കുന്നു. നൈട്രജൻ മാത്രമേ അലോട്രോപിക് ഫോംസ് കാണിക്കാത്തുള്ളൂ.